നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡന്റ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. നികുതിയിൽ നേട്ടം. നികുതി വരുമാനത്തിൽ നേട്ടവുമായി അയർലൻഡ്. കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ നികുതി വരുമാനത്തിൽ 3.4% വർധനവാണ് ഉണ്ടായത്. പൊലിഞ്ഞത് 3 ജീവനുകൾ. ഈസ്റ്റർ ബാങ്ക് അവധിക്കാലത്ത് ഐറിഷ് റോഡുകളിൽ പൊലിഞ്ഞത് 3 ജീവനുകൾ. 4000 ഡ്രൈവർമാർ അമിത വേഗതയിൽ വാഹനം ഓടിച്ചതായി കണ്ടെത്തി. കടുപ്പിച്ച് അധ്യാപകർ. ശമ്പള വിഷയത്തിൽ സർക്കാരിനെതിരെ പ്രതിഷേധിക്കാൻ അധ്യാപകർ. ശമ്പള കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പരാജയപ്പെട്ടാൽ ശക്തമായ സമരമുറകളുമായി മുന്നോട്ടു പോകാനാണ് അധ്യാപക യൂണിയനുകളുടെ തീരുമാനം. ഇന്ധനവിലക്കെതിരായ പ്രതിഷേധത്തെ തുടർന്ന് രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ 2ാം ദിവസവും ഗതാഗതം തടസ്സപ്പെട്ടു. പ്രതിഷേധത്തിൽ പങ്കെടുത്ത വാഹനങ്ങൾ വഴിയരികിൽ നിർത്തിയിട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ബുദ്ധിമുട്ട് നേരിട്ടത്. ഡബ്ലിൻ വിമാനത്താവളത്തിൽ നഷ്ടമായ തത്തയെ തേടിയെത്തിയ ഉടമ. ലോലയെ വിമാനത്താവളം ജീവനക്കാർ ഉടമ ഗിയോർഗെ സാവയ്ക്ക് കൈമാറി. ഡബ്ലിൻ നഗരത്തിലെ സോഷ്യൽ ഹൌസിംഗ് വാടകക്കാരുടെ വാടക വർദ്ധിച്ചു. തിങ്കളാഴ്ച മുതലായിരുന്നു പുതുക്കിയ വാടക നിരക്ക് നിലവിൽ വന്നത്. ഡബ്ലിനിൽ ഇന്ത്യക്കാരന് നേരെ ആക്രമണത്തിന് ഇരയായ രോഹിത് ജെയിനാണ് ഇത് സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തൽ നടത്തിയത്. ഓപ്പൺ ഹൌസ് 15-ന്. പരാതി പരിഹാരത്തിനായി ഓപ്പൺ ഹൌസ് എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കാൻ ഡബ്ലിനിലെ ഇന്ത്യൻ എംബസി. ഈ മാസം 15-നാണ് പരിപാടി. വിവരങ്ങൾ തേടി പോലീസ്. കൌണ്ടി ക്ലെയറിലെ വിദ്യാർത്ഥിയുടെ കൊലപാതകത്തിൽ വിവരങ്ങൾ തേടി പോലീസ്. 2005-ൽ കൊല്ലപ്പെട്ട എമറോ ലൗലിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് പോലീസ് തേടിയിരിക്കുന്നത്. കൌണ്ടി കിൽഡെയറിലെ മെയിനൂത്തിൽ കൌമാരക്കാരനെ കാണാതായി. 17 വയസ്സുള്ള ആൺകുട്ടിയാണ് കാണാതെയായത്. ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ച് ഉത്തര കൊറിയ. ജപ്പാൻ പ്രധാനമന്ത്രി സനി തകൈച്ചിയുടെ ഓഫീസാണ് ഈ വിവരം പങ്കുവച്ചത്. തെക്കൻ ലെബനനിലെ സൈനിക നടപടികൾ നിർത്തണമെന്ന് ഇറാൻ, അല്ലെങ്കിൽ ടെൽ അവീവിനെ ലക്ഷ്യമിടുമെന്ന് മുന്നറിയിപ്പ്. വെടിനിർത്തൽ നിലവിൽ വന്നതിന് പിന്നാലെ ഇറാനിലെ ഇന്ത്യൻ പൗരന്മാരോട് രാജ്യം വിടാൻ മുന്നറിയിപ്പ്. അടുത്ത 48 മണിക്കൂർ നേരം നിലവിലെ സ്ഥലത്ത് തന്നെ തുടരണമെന്നും ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി നിർദ്ദേശിച്ചു. ലഷ്കർ-ഇ-ത്വയ്ബയുടെ ഭീകര ശൃംഖല തകർത്ത ജമ്മു കാശ്മീർ പോലീസ്. 2 പാക് ഭീകരർ ഉൾപ്പെടെ 5 പേർ അറസ്റ്റിൽ. പീഡനക്കേസിൽ അറസ്റ്റിലായ സംവിധായകൻ രഞ്ജിത്തിന്റെ ഇടക്കാല ജാമ്യാപേക്ഷ തള്ളി എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു ജാമ്യത്തിന് അപേക്ഷിച്ചത്. പാലക്കാട് BJP പ്രവർത്തകർ വോട്ടർമാർക്ക് പണം നൽകിയെന്നാരോപിച്ച് കോൺഗ്രസ്. കണ്ണാടി മേഖലയിൽ പണം വിതരണം ചെയ്തെന്നാണ് ആരോപണം. തുടർച്ചയായ തോൽവിയിൽ പ്രതിസന്ധിയിലായി ചെന്നൈ സൂപ്പർ കിങ്സ്. പ്രധാന താരങ്ങളുടെ പരിക്ക് ടീമിന് തിരിച്ചടിയായിട്ടുണ്ട്. അമ്പയർ കൊല്ലപ്പെട്ടു. പ്രാദേശിക ക്രിക്കറ്റ് മത്സരത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ അമ്പയർ കുത്തേറ്റ് കൊല്ലപ്പെട്ടു. ഒരു റണ്ണിന്റെ പേരിലുണ്ടായ തർക്കത്തിൽ 23-കാരനായ അജിത്താണ് മരിച്ചത്. കാലാവസ്ഥ അസ്ഥിരമാകുന്നു. അയർലൻഡിൽ ഈ വാരം അസ്ഥിര കാലാവസ്ഥയായിരിക്കുമെന്ന് മെറ്റെറാൻ. വരും ദിവസങ്ങളിൽ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. വെന്തുരുകി കേരളം. സംസ്ഥാനത്ത് അതിശക്തമായ ചൂട്. വിവിധ ജില്ലകളിൽ മുന്നറിയിപ്പ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമസ്കാരം.